ഹൃദയം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാക്കിയ പൂക്കളും ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാൽ നമുക്ക് ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഡോക്ടർ മേരി അനിത, സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റിന്റെ ചെയർപേഴ്സൺ. ഇത് ഞങ്ങളുടെ കാവ്യ. ഇത് കാവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യയുടെ എബിലിറ്റി എന്താണെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കൊച്ചിന് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴാണ് കൊച്ചിനുള്ള എബിലിറ്റി ഞങ്ങൾക്ക് മനസ്സിലാവണത്. ഇതൊക്കെ കാവ്യ കൊച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഓരോന്നും കെട്ടിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അവൾക്ക് ഇന്ന് എക്സിബിഷൻ വരണമെന്ന് പറഞ്ഞ് രാത്രി തന്നെ ഇതൊക്കെ എടുത്ത് ഉണ്ടാക്കി ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുന്നു. ഇപ്പൊ ഒരു എക്സിബിറ്റർ ആയി മാറിയൊക്കെയാണ്. എക്സിബിറ്റർ, അതായത് കാവ്യമോൾ ഇങ്ങനെ ഒരു പുറത്തേക്കൊന്നും വന്നിട്ടില്ല. കാവ്യ മാത്രമല്ല കേട്ടോ, കാവ്യയുടെ അമ്മയൊന്നും അടുക്കളയിൽ നിന്ന് പുറത്തു പോന്നിട്ടില്ലാത്ത ആൾക്കാരാ. അപ്പൊ ഇപ്പോ കാവ്യയുടെ അമ്മയാ. നേരത്തെ അമ്മയുടെ മോളായിരുന്നു, ഇപ്പൊ കാവ്യയുടെ അമ്മയായി. അപ്പൊ അതാണ് ഞാൻ പറയുമ്പോ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പലപ്പോഴും ഉൾവലിഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ അമ്മമാര്. അത് മക്കളിലൂടെ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മമാരുടെ ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് മോളുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നിൽക്കുന്നത്. അദ്ദേഹം ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ ഇവര്. അപ്പൊ അവിടുന്ന് ഇവിടെ വന്ന് മോള് ഇത്രയും ചെയ്യുന്നത്, അവളുടെ എബിലിറ്റി ഇത്രയും ഉയർന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം എന്നെ ടി വിയിൽ കണ്ട് കണ്ണൂരിൽ നിന്ന് വന്നവരാണ്. അത്രയധികം സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അവരുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളൊരു എക്സിബിഷൻ നടത്തിയിട്ട് മാത്രം കാര്യമില്ല കേട്ടോ, ഞങ്ങളോടൊപ്പം കൂടെ യാത്ര ചെയ്യണം. ഞങ്ങളുടെ മക്കൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിനും ഒരു കയ്യടി, ഒരു സാധനം മേടിച്ച് സഹായിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. മാമിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഫ്ലവേഴ്സ് ഒരു കോടി എന്നൊരു പ്രോഗ്രാമിലാണ്. അതിൽ കണ്ടപ്പോഴാണ് ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ മാമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് മാമിന്റെ നമ്പർ എടുത്ത് മാമിനെ ഫസ്റ്റ് വിളിക്കുന്നത്. മാം ഫസ്റ്റ് പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് വരണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാ പറഞ്ഞത്, എറണാകുളം ആയത് കാരണം. പക്ഷെ മാമിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വരെ എത്തി. അതിന്റെ ഫുൾ ക്രെഡിറ്റ് മാമിനാണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, എന്ന് വെച്ചാൽ അവിടെ തന്നെ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും എബിലിറ്റീസ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്കൊരു നല്ല ഗൈഡൻസ് വേണം. ഇവിടെ അതുപോലെ ഒരു നല്ല ടീച്ചറിനെ കിട്ടിയ സപ്പോർട്ടീവ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മിടുക്കല്ല ഇത്, സപ്പോർട്ടീവ് സിസ്റ്റത്തിന് നമ്മുടെ അധ്യാപകരൊക്കെ കൂടെ നിന്നു. മോൾ അതിനനുസരിച്ച് ഉയർന്നു, അമ്മ ഉയർന്നു, അച്ഛൻ ഉയർന്നു, എല്ലാവരും കൂടി ചേർന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. മോളെ ഒരു എക്സിബിറ്റർ ആക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. താങ്ക് യു. കാവ്യ തയ്യാറാക്കിയ മനോഹരമായ പൂക്കളും മറ്റു വസ്തുക്കളൊക്കെ മേടിക്കാനായിട്ട് ഹൃദയം സ്റ്റോറിൻ്റെ നമ്പർ ഞാനിവിടെ വെക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു എക്സ്പോയിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് തന്നെ കാവ്യയുടെ സ്റ്റോറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മറ്റൊരു സ്റ്റോറും കൂടി ഉണ്ട്. കാവ്യയോടൊപ്പം തന്നെ ആ വീഡിയോ കൂടി പറഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ പേരാണ് ഉണർവ്. ഉണർവ് ഞങ്ങള് ഇങ്ങനെ LBS ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഫ്ലവർ മേക്കിംഗ് കോഴ്സ്. അപ്പം ഞങ്ങളുടെ ഇവരെ സ്പെഷ്യലി ഇങ്ങനെ സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രന് വേണ്ടി ഞങ്ങൾ മദേഴ്സിനെ കൂടെ വിളിച്ചു. അപ്പം ഞങ്ങള് അവിടെ പോയി ഇവർ പഠിച്ചു. അവർ പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഫ്ലവേഴ്സ് പഠിച്ചു, പിന്നെ സോപ്പ് പഠിച്ചു, ബ്രേസ്ലെറ്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി. അപ്പം നമ്മള് മദേഴ്സ് കൂട്ടി എല്ലാവരുടെ കൂടി ഒരു ഇനിഷ്യേറ്റീവായിട്ട് തുടങ്ങിയതാണ് ഉണർവ്. അപ്പം നമ്മുടെ ഒരു ഉദ്ദേശം അതിലേക്ക് ഇവരുടെ ഒരു ഇൻകം ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഇവരുണ്ടാക്കിയ പ്രോഡക്ട്സ് സെയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ അതിനൊരു പ്ലാറ്റ്ഫോം, അതാണ് ഉണർവ്. അതിൽ കാവ്യക്ക് ഇപ്പൊ തന്നെ കാവ്യ തന്നെ ഒരു സ്റ്റോൾ ഇട്ടു, ഇപ്പം തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റോൾ ഇട്ടതാണ്. എന്താ കാവ്യ പറ, കാവ്യയുടെ ഹൃദയം സ്റ്റോൾ. ഞാൻ ഇദ്ദേഹം ഫ്ലവർ മേക്കിംഗ് കോഴ്സ് പഠിച്ചു. 6 മാസത്തെ കോഴ്സായിരുന്നു. ഫ്ലവർ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 2 സ്റ്റോൾ ഓൾറെഡി. ഹൃദയം. ഞങ്ങൾ ഓൾറെഡി 2 സ്റ്റോൾ ചെയ്തു, നല്ല സെയിലായിരുന്നു. ഞങ്ങളുടെ 3ാമത്തെ സ്റ്റോൾ ആണ്. ടീച്ചർ നല്ല സപ്പോർട്ടാണ്. പഠിപ്പിച്ചത് മാത്രമല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, പഠിപ്പിച്ചവിടെ വിട്ടില്ല, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളായിട്ട് ഒരു ഇൻസ്പിറേഷൻ ത്രേസ്യ മാമിന്റെ ആയിരുന്നു. പിന്നെ LBSലെ ഡയറക്ടർ മഞ്ജു മാം ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കളമശ്ശേരി, മെയിൻ ഓഫീസ് ട്രിവാൻഡ്രത്താണ്, അവരുടെ കളമശ്ശേരിയിലാണ്. അപ്പം ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ സെയിൽ ആവാനായിട്ട്. അങ്ങനെ ആർക്കും വേണം ഇതിൽ ജോയിൻ ചെയ്യാം. സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള ചിൽഡ്രന് ആർക്കും വേണം ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടെ. അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്.